നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടുക, ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക, നടക്കാനും കഴിയില്ലെങ്കിലോ തീർച്ചയായും ഇഴയുക. പക്ഷേ നിങ്ങൾ എന്തു തന്നെ ചെയ്താലും മുന്നോട്ട് തന്നെ നീങ്ങുക. ആദരണീയരായ വിധികർത്താക്കൾക്ക് എന്റെ നമസ്കാരം. അമേരിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഈ വാക്കുകൾ ജീവിത സാഹചര്യങ്ങളോട് നാം പുലർത്തേണ്ട സമീപനം എപ്രകാരമാണെന്ന് വ്യക്തമാക്കുന്നു. ഒരു കുഞ്ഞു വൈറസ് നമ്മുടെ സാധാരണ ജീവിതത്തെ ഭംഗം വരുത്തിയപ്പോഴും പകച്ചു നിൽക്കുന്നതിന് പകരം മുന്നോട്ടുള്ള പ്രയാണത്തെ പുതുമയേറിയതാക്കുവാൻ ശ്രമിച്ചവരാണ് ലോകമെങ്ങുമുള്ള മനുഷ്യർ. ഓരോ മഹാമാരികളും മനുഷ്യരാശിയെ ഏൽപ്പിക്കുന്ന മുറിവുകൾ എത്രമാത്രം മാരകമാണെന്ന് നമുക്കറിയാം. എന്നാൽ ഓരോ മഹാമാരിക്ക് ശേഷം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉദയം ചെയ്യുന്ന ലോകം പുതുമയേറിയതാണെന്ന് ചരിത്രം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവിടെ ഏറ്റവും അധികം ആഘാതമേറ്റ ഒരു മേഖലയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല. അതെ, ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാഭ്യാസ മേഖലയാണ് ഈ മഹാമാരിക്കിടയിൽ ഏറ്റവും അധികം ആഘാതം സംഭവിച്ച മേഖല. എന്നാൽ ഇന്നത്തെ വിദ്യാഭ്യാസ മേഖല ആധുനിക വൽക്കരണത്തിന്റെയും നവീകരണത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും പാതയിലാണ്. അടച്ചിട്ട ക്ലാസ് മുറികളും വിജനമായ കളിസ്ഥലങ്ങളും അധ്യാപകരിലും കുട്ടികളിലും ഉളവാക്കിയ മാനസിക സംഘർഷം ഒരു പരിധിവരെ ലഘൂകരിക്കാൻ ഓൺലൈൻ ക്ലാസുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു അവധിക്കാലം എന്ന പോലെ വീട്ടിലിരുന്ന കുട്ടികളിൽ അറിവിന്റെ ലോകത്തിലേക്ക് നയിക്കുവാനും അവരെ പാഠ്യേതര മികവുകളിൽ മികവുറ്റവരാക്കുവാനും ഓൺലൈൻ ക്ലാസുകൾക്ക് ഒരു പരിധിവരെ സാധിച്ചു. എന്നാൽ ഒരിക്കൽ പോലും സ്കൂളിൽ പോയി പഠിക്കുന്നതിന് പകരമാകുവാനോ സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ബദൽ മാർഗമാകുവാനോ സജീവമായ ക്ലാസ് മുറികൾക്ക് പകരമാകുവാനോ ഓൺലൈൻ സമ്പ്രദായത്തിന് ഒരിക്കൽ പോലും സാധിക്കുകയില്ല. സ്കൂളിൽ പോയി മറ്റു കുട്ടികളുമായി ഇടപെടുമ്പോൾ കിട്ടുന്ന മാനസിക ഉല്ലാസം ഒരിക്കൽ പോലും ഓൺലൈൻ ക്ലാസുകളിൽ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. ഇത് ഒട്ടനവധി മാനസിക സംഘർഷങ്ങളിലേക്കും എന്തിന് വിഷാദ രോഗത്തിലേക്കും വഴി കുട്ടികളെ അടുപ്പിക്കുന്നു. കുട്ടികൾക്ക് മാത്രമല്ല, അധ്യാപകർക്കും ഇതൊരു വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടമാണ്. പരസ്പരം കാണാതെയുള്ള പഠനങ്ങളും സംശയ നിവാരണവും എല്ലാം വിരസമായ ഒരു പ്രക്രിയയായി മാറിക്കൊണ്ടിരിക്കുന്നു. പണ്ട് വിദ്യാലയങ്ങളിൽ ചെന്ന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ അവരുടെ ഓരോ നോട്ടങ്ങളിലും ചലനങ്ങളിലും അവരെ മനസ്സിലാക്കി അവർക്ക് വേണ്ടതെന്നു മനസ്സിലാക്കി ആവശ്യമുള്ള അളവിൽ കൊടുക്കുവാൻ അധ്യാപകർക്ക് സാധിച്ചിരുന്നു. എന്നാൽ നമ്മുടെ മുൻപിൽ ഇന്ന് കാണുന്ന അവസ്ഥ അങ്ങനെയൊന്നല്ല. ഗാന്ധിജി പറയുന്നത് പോലെ ഒരു ശിശുവിന്റെ ശരീരത്തിലും ആത്മാവിലും മനസ്സിലുമുള്ള നല്ലവയെ മാത്രം വികസിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം. ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസ രീതിക്ക് ഒട്ടനവധി പരാതികളും പരിമിതികളുമുണ്ട്. നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നതിന് പകരം ഇന്ന് സ്കൂളുകൾ അഥവാ ക്ലാസുകൾ വീട്ടിലെത്തുന്ന രീതിയായി. യുനെസ്കോയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെമ്പാട് 157 കോടി കുട്ടികളാണ് COVID-19 മൂലം സ്കൂളുകളിൽ പോകാൻ കഴിയാത്തത്. ഇന്ത്യയിലാകട്ടെ ഏകദേശം 32 കോടിയിലധികം കുട്ടികൾ ഈ അവസ്ഥയിൽപ്പെട്ടിരിക്കുന്നു. ഇതിനെല്ലാം കാരണം ഒരു സൂക്ഷ്മ അണുവും മാത്രമാണ്. അതിജീവനമാണ് മനുഷ്യകുലത്തിന്റെ മുഖമുദ്ര. കൊറോണ കാലഘട്ടത്തിൽ ഇതുവരെ നാം ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതുമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. സ്പാനിഷ് ഫ്ലൂവും കോളറയും പോലുള്ള മഹാമാരികൾ മനുഷ്യരാശിയെ സ്പർശിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയേകം വൈറസ് വ്യാപനമുള്ള ഒരു രോഗം ആദ്യമായിട്ടാണ് നമ്മെ തേടിയെത്തുന്നത്. അതെ, ഈ സമയം കടന്നു പോകുമെന്ന ശുഭാപ്തി വിശ്വാസം നമ്മളിൽ ഉണ്ടാകട്ടെ. മിന്നുന്നതെല്ലാം പൊന്ന് എന്ന് വ്യാമോഹിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ ഉത്തരം കിട്ടാത്ത അനേകം ചോദ്യങ്ങളുണ്ട്. ജീവിതത്തിന്റെ പരിതോവസ്ഥകളും കാലവും അവന് നേരെ വെല്ലുവിളികൾ ഉയർത്തുന്നു. നഗരത്തിന്റെ തിരക്കുള്ള നാൽക്കവലകളിൽ വഴിയറിയാതെ ദിക്കറിയാതെ നിൽക്കുന്ന പതികനല്ലേ ആധുനിക മനുഷ്യൻ? അതെ, ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നത് പോലെ ജീവിതം ഒരു സൈക്കിൾ സവാരിയാണ്. വീഴാതിരിക്കണമെങ്കിൽ മുന്നോട്ട് പോയേ മതിയാകും. നല്ലൊരു പുലരിയെ സ്വപ്നം കണ്ടുകൊണ്ടും നല്ലൊരു ഭാവിയെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടും നമുക്ക് ജീവിക്കാം. ഈ സമയവും കടന്നു പോകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.